ഭൃഗുകുലത്തിൽ ജനിച്ച് ഈ ക്ഷത്രിയകുലത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അഗ്നി പോലെ അങ്ങോട്ട് ജ്വലിച്ചു. ഇനിയോ പരശുരാമൻ്റെ കഥ. ശ്രീരാമൻ്റെ കഥയോ സോബ്ധിംബബന്ധ ദശവക്ത്രമഹൻ സലങ്കം സീതാപതിർജയതി ലോകമലഘ്നകീർത്തി. ഈ സമുദ്രത്തിൽ തന്നെ ഒരു സേതു ഉണ്ടാക്കി, നടക്കാനുള്ളൊരു വഴി, ഒരു അണകെട്ടി ഉണ്ടാക്കി, ദശകണ്ഠനെ പോയി കൊന്നു. ആ കൊന്നിട്ടുള്ള സീതാപതി ശ്രീരാമൻ ലോകമലഘ്നകീർത്തി, ലോകത്തിൻ്റെ മലത്തിനെ നശിപ്പിക്കുന്ന കീർത്തിമാനായി അദ്ദേഹം ജയിക്കണു. ഇതാണ് ശ്രീരാമൻ്റെ അവതാരത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഭൂമേർഭരാവതരണായ യദുഷ്വജന്മ ജാതഃ കരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദൈർവിമോഹയതി യജ്ഞകൃതോ അതദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ നഹനിഷ്യതന്തേ. ഈ ശ്ലോകത്തിന് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ അർത്ഥം പറയുക? കയ്യിൽ ഭാഗവതാണ്, കേൾക്കുന്നവരെ ഭാഗവതന്മാരാ. നമ്മുടെ പ്രേക്ഷകന്മാരുടെ ഇടയിൽ നല്ല ഇൻ്റലക്ച്വൽസ് ഉണ്ടാവും, വക്കീൽമാരുണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും, ജഡ്ജിമാരും ഉണ്ടാവും. അപ്പം നിങ്ങളുടെയൊക്കെ ബുദ്ധിയെ കണക്കിലെടുത്തുകൊണ്ട് ആരും മോശക്കാരല്ല. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ഭൂമാനന്ദ സ്വാമിജിക്ക് ഈ ശ്ലോകത്തിന് അർത്ഥം പറയാൻ. എങ്ങനെയാണ് ഞാനിത് പറയുക? ഭൂമേർഭരാവതരണായ യദുഷ്വജന്മ ജാതഃ കരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദൈർവിമോഹയതി യജ്ഞകൃതോ അതദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ നഹനിഷ്യതന്തേ. ചോദ്യം എന്തായിരുന്നു? ഈ മഹാപ്രഭു ആദിനാരായണമൂർത്തി വിശേഷമായ സംഭവങ്ങളിലൂടെ, ജന്മങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ചെയ്യുന്നു, ഇനി വരും കാലത്ത് ചെയ്യും എന്ന് 3 ചോദ്യമാണ്. അപ്പോൾ ചെയ്ത സംഭവങ്ങൾ പറഞ്ഞു, ചെയ്യുന്ന സംഭവങ്ങൾ പറഞ്ഞ് ഇനി ചെയ്യാൻ പോകുന്ന സംഭവങ്ങളും പറയുക. അത് എന്താ? ഭൂമിയുടെ ഭാരം ഇറക്കാൻ വേണ്ടി ഭൂമേർഭരാവതരണായ യദുഷു, യദുകുലത്തിൽ അജന്മ, സ്വതവേ ജന്മമില്ലാത്തവനാണ്, ജന്മമില്ലാത്തതാണല്ലോ പരമാത്മാവ്, പരബ്രഹ്മം. അജന്മാവാണെങ്കിലും അവിടെ ജനിച്ചു. ജാതഃ കരിഷ്യതി, അവിടെ ജനിച്ച് പലതും അദ്ദേഹം ചെയ്യും. കൃഷ്ണപരമാത്മാവ് എന്നുള്ള പേരിൽ ജനിച്ച് അദ്ദേഹം ചെയ്യും. എവിടെയാ? യദുഷു, യദുകുലത്തിൽ. കരിഷ്യതി സുരൈരപി ദുഷ്കരാണി, ദേവന്മാർക്ക് പോലും ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് കൃഷ്ണപരമാത്മാവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സംഭവം നടന്നിട്ടില്ല, അവിടെ വരാൻ പോകുന്നതാ. വാദൈർവിമോഹയതി യജ്ഞകൃതോ അതദർഹാൻ. ഈ വരിക്ക് എന്താ അർത്ഥം? പല വിധത്തിലുള്ള വാദങ്ങൾ, യുക്തിവാദങ്ങൾ യുക്തിസഹമായി പറഞ്ഞ് ധരിപ്പിച്ച് എല്ലാവരെയും മോഹിപ്പിച്ച് ഈ യജ്ഞം യാഗം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ ഒരു മോഹവലയത്തിലാണ്. പലരും യജ്ഞവും യാഗങ്ങളും ഒക്കെ ചെയ്യും, എന്നാൽ മനസ്സിലോ കാമക്രോധങ്ങൾ ധാരാളം ഉണ്ടാവും, അതൊന്നും വിട്ടുപോയിട്ടുമില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് അതദർഹാൻ, വാസ്തവത്തിൽ അവരർഹിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ നഹനിഷ്യതന്തേ. ഈ ഒരു വരിയാണ്, ഇറ്റ് കോൾസ് ഫോർ എ വെരി പ്രോപ്പർ ഇൻ്റർപ്രിറ്റേഷൻ. ഐ ആം വണ്ടറിങ് വാട്ട് ഐ ഷാൽ സേ, and if I happen to say, how will you react and take to it? In any way, ശ്രീമദ് ഭാഗവതം ഞാൻ എന്തു പറയണം എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തോ ഞാൻ പറയാം, ആ പറഞ്ഞതിന് നിങ്ങൾ എങ്ങനെയാണ് ഏറ്റുമേടിക്കുക അതും എനിക്ക് പറയാൻ വയ്യ. എന്നാലും വേദവ്യാസ മഹർഷിയും ശുഗമുനിയും പറയുന്നത് പോലെ ഭൂമാനന്ദ സ്വാമിജിയും പറയാൻ പോവുക. എന്താ അതിൽ പറയണത്? ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. വിമോഹയതി, വിമോഹിപ്പിക്കും. എന്താ അത്? അതദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ നഹനിഷ്യതന്തേ. അവസാനം അർഹതയില്ലാത്ത ശൂദ്രന്മാർ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരല്ലാന്ന്. ഈ രാജ്യം ഭരിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലും ഭരണകർത്താക്കളായി വരുന്നവർ ഭരണ നിപുണന്മാരായിരിക്കണം. അതുമാത്രമല്ല, ഭരണ ചാരിത്ര്യവും അവർക്ക് വേണം. എന്താ ഈ ഭരണചാരിത്ര്യം? ഞാൻ കസേരയിൽ ഇരിക്കുന്നത് വരെ എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ.
എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കില്ല, മുൻതൂക്കം കൊടുക്കില്ല. പ്രജകളുടെ താല്പര്യം, ശ്രീരാമൻ എങ്ങനെയാണോ രാജ്യം ഉപേക്ഷിച്ചത്, സീതയെ ഉപേക്ഷിച്ചത്, അത് മാതൃകയായി പിടിച്ചുകൊണ്ട് രാജ്യത്തിന് താല്പര്യമുള്ളതെന്തോ അതേ ഞാൻ ചെയ്യുള്ളൂ, കൈക്കൂലിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. ഞാൻ വരുന്നത് ഒരു പ്രത്യേക സംസ്ഥാനത്തു നിന്നാണ്, പക്ഷേ ഞാൻ കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി അതിരുവിട്ട് ആനുകൂല്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെ ശരിയാവും? ആ വക ആലോചനയൊക്കെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഭരണക്കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണം. അപ്പോൾ അതിലിരിക്കാൻ ചില അർഹതയും യോഗ്യതയൊക്കെ വേണം. എന്താണ് അർഹതയും യോഗ്യതയും? വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാവരുത്, സ്വാർത്ഥത പാടില്ല, രാജ്യസ്നേഹം വേണം, പ്രജകളെ എല്ലാവരെയും ഒരുപോലെ കാണണം, രാജ്യത്തിൻ്റെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും വികാസത്തിനും മേന്മയ്ക്കും വേണ്ടി മാത്രമേ എന്തും ചെയ്യാവൂ, അതിന് വിരോധമായി ആര് ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വയ്ക്കണം. നമ്മുടെ കേരള ഹൈക്കോർട്ടിൽ നിന്നുകൂടി ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി. സ്ട്രിക്ചേഴ്സ് എന്താ, IAS ഓഫീസർമാർ മന്ത്രിമാരോട് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതിൻ്റെ ചുമതല അവർക്കില്ലേ? ഞാനിപ്പോൾ അടുത്ത കാലത്ത് IAS ഓഫീസർമാരോട് സംസാരിച്ചു ഒരു സ്കൈപ്പ് കോൺഫറൻസിൽ. അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 9000 പേരാണ് ഇന്ത്യയിൽ, തെരഞ്ഞെടുത്ത പ്രതിനിധികളാകട്ടെ അവർ 900 പേരേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലാണ് വേണ്ടതുപോലെ തിരഞ്ഞു പിടിച്ച് നിയോഗിച്ചിട്ടുള്ള നിങ്ങളിലാണ് രാജ്യത്തിൻ്റെ സദ്ഭരണം നിക്ഷിപ്തമായിട്ടുള്ളത്. അവർ തിരഞ്ഞെടുത്ത് ഇടക്കാലത്ത് പോകുന്നവരാണ്. നിങ്ങൾ 25-30 കൊല്ലം ഭരിക്കുന്നവരാണ്. അപ്പോൾ അവരെ കൊണ്ട് മാത്രം രാജ്യഭരണം സുരക്ഷിതമാവില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ തിരഞ്ഞു പിടിച്ച് നിയോഗിച്ചിട്ടുള്ള IAS ഓഫീസർമാരെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഭരണം പാളം തെറ്റാൻ അനുവദിക്കരുത്. പ്രജകൾ നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള വിശ്വാസവും പ്രതീക്ഷയുമാണത്. അത് എപ്പോഴും മുറുക്കിപ്പിടിച്ച് അതിനൊത്തവണ്ണം ഉയരണം. അതിൽ നിങ്ങളുടെ കുടുംബ താല്പര്യമോ വ്യക്തി താല്പര്യമോ അതിന് തടസ്സമായിട്ട് നിൽക്കരുത്. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ, ആ മിലിറ്ററി ഉദ്യോഗസ്ഥൻ വാർ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ പിടിച്ചു നിർത്താൻ പറ്റുമോ? പോകരുതെന്ന് പറഞ്ഞ് വന്ന് നിങ്ങൾ ചത്താൽ ഞാൻ വിധവയാവില്ലേ, അതുകൊണ്ട് പോവരുതെന്ന് പറഞ്ഞാൽ പറ്റുമോ? റിസൈൻ ചെയ്താൽ തന്നെ സമ്മതിക്കുമോ സർക്കാർ? അത് വാർ ഫ്രണ്ടിലേക്ക്, ഇത് ഭരണ ഫ്രണ്ടിലേക്കാണ്. രണ്ടിലും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. രാജ്യം ഭരിക്കാനുള്ളവർക്ക് അതിനനുസരിച്ച് ഭരണചാരിത്ര്യം, ആ വ്യക്തിഗതമായി അന്തർഗതമായിരിക്കുന്ന ആത്മനിർബന്ധം അവർക്ക് വേണം. ആ നിർബന്ധമാണ് അവരെ ഈ കാര്യത്തിൽ സംരക്ഷിക്കുക. ഇപ്പോൾ IAS ഓഫീസർമാർ അവരുടെ ഉപരി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ചെയ്യാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഉടനെ ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത് പ്രാധാന്യമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നതാണ് അവർ സ്വതവേ പറയാറുള്ളത്. അങ്ങനെ എത്ര കാലം മാറ്റും? ഏത് രാജ്യത്തിനാണ് സമർത്ഥരായ ഭരണകർത്താക്കളില്ലാതെ രാജ്യം കൊണ്ടു നടക്കാൻ പറ്റുക? തെരഞ്ഞെടുത്തവരെ കൊണ്ട് മാത്രം രാജ്യഭരണം നടക്കുമെങ്കിൽ 10 ഇരട്ടി വരുന്ന IAS ഉദ്യോഗസ്ഥന്മാരെന്തിനാ ഇവിടെ? ഏതെങ്കിലും ഒരാൾ, ഒരു മന്ത്രി തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും നല്ലതോ ചീത്തയോ, നല്ലതാണ് അവർ ചെയ്യേണ്ടത്, അങ്ങനെ നല്ലതോ ചീത്തയോ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് IAS ഓഫീസർമാരുടെ കൂട്ടുകെട്ടില്ലാതെ പറ്റില്ല, അവരുടെ സമ്മതവും പങ്കാളിത്തവും ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഹൈക്കോർട്ടിൽ നിന്ന് ചില സ്ട്രിക്ചേഴ്സ് അടുത്ത കാലത്ത് പുറപ്പെടുവിക്കുകയുണ്ടായി. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്, വേണ്ടി വന്നാൽ മന്ത്രിമാരെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ക്ലർക്കല്ല, നിങ്ങൾ സൂപ്പർവൈസറല്ല, നിങ്ങൾ IAS ഓഫീസർമാരാണ്. പ്രസിഡൻ്റാണ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. പ്രസിഡൻറ്റിനെ നിയോഗിച്ചതോ ഇലക്ടോറൽ കോളേജാണ്. ആ ഇലക്ടോറൽ കോളേജിലെ അംഗങ്ങളാകട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. അപ്പോൾ പരമാധികാരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രജകൾക്കാണ്. ആ പ്രജകളുടെ കണ്ണിലുണ്ണിയായിട്ടാണ് നിങ്ങളെ ഉദ്യോഗത്തിന് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ആലപിച്ച് വരുന്നതുപോലെ നടത്തണം എന്ന് പറഞ്ഞ് അവരവസാനം എന്നോടൊരു പ്രതിജ്ഞ ചെയ്യിക്കാൻ പറഞ്ഞു. പ്രതിജ്ഞയും പറഞ്ഞു കൊടുത്തു. എല്ലാവരുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് പ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ. ഞാനിത് എന്തിനാണ് പറയുന്നത്? അതദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ ന്യഹനിഷ്യതന്തേ. ഇത് ശ്രീമദ് ഭാഗവതം പറയുന്നതാണ്. ഞാനിത് എങ്ങനെ നോക്കിക്കാണുന്നു? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഞാനിവിടെ മനുഷ്യരാചരിക്കേണ്ടതായ ധർമ്മം, മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും തത്വങ്ങളും ആദർശങ്ങളും എല്ലാം വെട്ടിത്തുറന്ന് സങ്കോചമില്ലാതെ പറയുകയാണിതിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദവ്യാസർ തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിനിത് എഴുതാനോ ശുഗനിത് പറയാനോ ഭൂമാനന്ദ സ്വാമിയെ പോലെയുള്ളവർക്കിത് വിവരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ
ഒരാളുടെ സമ്മതവും നമുക്കിതിന് വേണ്ട. അവനവൻ്റെ മനസ്സും മനസ്സാക്ഷിയും സമ്മതിച്ചാൽ മതി. ആ നിലയ്ക്ക് ഇവിടെ പറയുകയാണ്, ഈ ശ്ലോകം അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതദർഹാൻ ഭരണകർത്താക്കളെ എന്നാണ്. ഈ ഭരണം കൈയാളുന്ന മനുഷ്യർ അതിന് യോഗ്യതയില്ലാതെ വരുമ്പോൾ ആ യോഗ്യതയില്ലായ്മ പെരുകി പെരുകി അങ്ങോട്ട് പോട്ടെ. കലിയുഗത്തിൻ്റെ പ്രഭാവത്താൽ മനുഷ്യരെല്ലാ വിധത്തിലും ദൂഷ്യമുള്ളവരാവും. നിങ്ങൾക്കറിയോന്നറിയില്ല, ഇന്ത്യ രാജ്യത്തിൽ നിന്ന് അവിഹിതമായി സർക്കാരിനെ വെട്ടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മളൊക്കെ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. ആ സർക്കാർ ഏത് പാർട്ടിയോ ആവട്ടെ, നമുക്കൊരു സർക്കാരേ ഉള്ളൂ. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാവരുടെയും ഭരണകർത്താക്കളാണ്. ഇവിടുത്തെ ആടിൻ്റെയും പാമ്പിൻ്റെയും കൂടി ഭരണകർത്താക്കളെന്നാണ് ഞാൻ പറയുക. തിരഞ്ഞെടുക്കുന്നത് ഒരു പാർട്ടി കൂടി ആയിരിക്കാം, ഭൂരിപക്ഷമുള്ള പാർട്ടി. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രജകളുടെ എല്ലാവരുടെയും ഭരണകർത്താക്കളാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൽ ഇവിടെ മനുഷ്യർ പല വിധത്തിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായ പ്രൊഡക്ടിവിറ്റി, അതുകൊണ്ട് കിട്ടിയിട്ടുള്ള പണം 1456 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അമേരിക്കൻ ഡോളറിന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കണക്കാക്കിയപ്പോൾ 70 ലക്ഷം കോടി ഉറുപ്പികയാണ്. ഇത് ഇവിടുന്ന് തുരന്നു കൊണ്ടുപോയിരിക്കുക, എന്നിട്ട് വിദേശ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുക. നമ്മുടെ സർക്കാർ കൂറാൻ തിന്ന പൂച്ചയെ പോലെ ഇങ്ങനെ ഇരിക്കുക, അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാണ്ട്. ഇത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മദ്രാസിൽ ആദ്യമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് FRNBയുടെ കീഴിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞതാണ് പത്രസമ്മേളനത്തിൽ. അതിപ്പോൾ സർക്കാർ അംഗീകരിച്ചു. 1456 മില്യൺ ഡോളറാണെന്ന് അവർ സമ്മതിക്കുന്നു. പക്ഷേ തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യത്തിൽ ഒരിളക്കവും ഒരു സ്ഥലത്തും കാണുന്നില്ല. ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഈ പണം മുഴുവൻ എവിടെ നിന്നുണ്ടായി? കഷ്ടപ്പെട്ട് ഇന്ത്യയിലുള്ളവർ അവരുടെ വേർപ്പും വെള്ളവുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പണമാണ്. അപ്പം ഞങ്ങളൊരു സജഷൻ കൊടുത്തു. എന്താ സജഷൻ? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ പണം തിരിച്ചു കൊണ്ടുവരൂ, 50% നിങ്ങൾക്ക് വെള്ളപ്പണമാക്കി തരാം, 50% നികുതി തരൂ എന്നൊരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അവരത് അംഗീകരിച്ചൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഏത് രാജ്യത്തിനാണത് സമ്മതം, അഭിമാനം? ആ 70 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 13 ഭാഗം എടുത്താൽ നമുക്ക് പിന്നെ ബഡ്ജറ്റ് വേണ്ട, അവിടെ വെറുതെ പണാവും. അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് 13 ഭാഗം കൊണ്ട് നമ്മുടെ വിദേശ കടനൊക്കെ തീർക്കാം. അത്രയ്ക്ക് വലിയ ഭീമമായ ഒരു സംഖ്യയാണത്. ഇപ്പോൾ എന്തിനാണ് ഞാനിതിവിടെ പറയണത്? അർഹതയില്ലാത്ത ഭരണകർത്താക്കൾ. ഇവിടെ ശൂദ്രാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ക്ഷത്രിയന്മാരാണ് രാജ്യം ഭരിക്കുക. അത് പരമ്പരാഗതമായി വന്നിട്ടുള്ളവരാണ്. ശൂദ്രന്മാരെന്ന് പറയുന്നത് ഭരണക്കാര്യത്തിൽ ഇടപെടാൻ പാടില്ലാത്തവരാണ്. അവർ ബാക്കിയുള്ള വേലകളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക, ആർക്കാർക്കറിയാം എന്തെല്ലാം വേണോ, തൻ്റെ ശരീരം ബാക്കിയുള്ളവർക്ക് ജോലി രൂപത്തിൽ കൊടുക്കുകയാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗം എന്ന് നമ്മൾ പറയണില്ലേ, ആ അധ്വാനിക്കുന്ന ജനവിഭാഗമാണവർ. അപ്പോൾ ഇവിടെ എന്താ പറയണേ എന്ന് വെച്ചാൽ ഭരണക്കസേരയിൽ ഇരിക്കണമെങ്കിൽ ഭരണചാരിത്രത്തോടും ഭരണയോഗ്യതയോടും ഭരണപരിജ്ഞാനത്തോടും കൂടിയുള്ളവർ വേണം. ആ വ്യക്തിദീക്ഷ അവരില്ലെന്ന് വന്നാൽ സർവത്ര തകരാറിലാവും. അങ്ങനെ കലിയുഗത്തിൽ അർഹതയില്ലാത്തവർ ഭരണസ്ഥാനങ്ങളിൽ കയറി വല്ലാത്ത ഒരു ദൂഷ്യം വരുന്ന സമയത്ത് ക്ഷിതിഭുജോ, ഭൂമിയെ അനുഭവിക്കുന്നവരുണ്ടല്ലോ, അദ്ദേഹത്തെ നഹനിഷ്യതന്തേ, അവസാനത്തിൽ ജനങ്ങൾ സാധാരണ ഇതിനർത്ഥം പറയുന്നത് കൽക്കി അവതാരത്തിൽ എല്ലാവരെയും കൊല്ലും എന്നാണ്. ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലതും പറയുമ്പോൾ ഈ ദുർഭരണം എന്ന് പറയുമ്പോൾ കുറേ കൂടി കൂടട്ടെ എന്നാണ് ഞാൻ പറയുക. ഇപ്പം ആർക്കും അതിൽ ഇളക്കം വരണില്ല. എല്ലാ ദിക്കിലും ദുർഭരണം മുഴുത്ത് വല്ലാതെ ആയി എന്നിരിക്കട്ടെ, അപ്പോൾ തന്നെത്താനെ അതിനൊരു പരിഹാരം ഉണ്ടാവും. ഈ ടെററിസ്റ്റുകാർ കൂടിക്കഴിഞ്ഞു. 4 സ്റ്റേറ്റിൽ ഇപ്പോൾ അവർ ചില ജില്ലകളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയണേ. സാധാരണ പൗരന്മാരെങ്ങനെ ഇതിനെ നേരിടും? നമ്മുടെ കയ്യിൽ തോക്കുണ്ടോ? നമുക്ക് വല്ലവരെയും വെടിവെക്കാനുള്ള അധികാരമുണ്ടോ? ഒന്നുമില്ലല്ലോ. 2 കൈയും എടുത്ത് നടക്കേണ്ടവരാണ്. ഇവിടെ പോലീസും ഉണ്ട്, അതിർത്തി സേനയുണ്ട്, സെക്യൂരിറ്റി ഫോഴ്സസൊക്കെ ഉണ്ട്. അവരാണത് നേരിടേണ്ടത്. അവർ സമയോചിതം നേരിട്ടില്ല എന്ന് വെച്ചാൽ പ്രജകളാണ് ബുദ്ധിമുട്ട്. എത്ര പേരെയാണ് ഓരോ ദിവസം കൊല്ലണത്? ഇതൊക്കെ ഭരണത്തിനുള്ള വലിയൊരു വെല്ലുവിളിയാണല്ലോ. ഇത് നേരിടാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ അതദർഹാൻ എന്ന് തന്നെയാണ് ചിത്രീകരിക്കേണ്ടത്. അതിനുള്ള യോഗ്യതയില്ല എന്നർത്ഥം. അപ്പോൾ ഭരണകർത്താവിന് ചിലപ്പോൾ വളരെ കഠിനമായിട്ടുള്ള പ്രവൃത്തിയും സ്റ്റെപ്പും നിലപാടും ഒക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ ഭരണത്തിന് ആവശ്യമാണ്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ, മനസ്സമാധാനമില്ലാതെ യുദ്ധത്തിന് ശേഷം ചെന്നപ്പോൾ ദീർഘമായൊരു ഉപദേശം നൽകുന്നുണ്ട്.
അതിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, യു ഹാവ് ടു കീപ് ദ റോഡ് ഓഫ് ചാസ്റ്റൈസ്മെൻറ്റ് അപ്പ് ആൻഡ് സ്ട്രോങ്. ആ ദണ്ഡനം എന്ന് പറയുന്ന ആ ഒരു നീതി ഉണ്ടല്ലോ, അതിനെ ഉയർത്തി പിടിച്ചല്ലാതെ പ്രജകളെ നിലനിർത്താൻ പറ്റില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം, അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് അറസ്റ്റ്, ഇതൊക്കെ നടത്തിയാലേ പ്രജകളെ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാരിന് ഒരു തരത്തിലും ദയവെന്ന് പറഞ്ഞ് പിന്മാറാൻ പറ്റില്ല, ദുർബലത എന്ന് പറഞ്ഞ് പിന്മാറാൻ പറ്റില്ല. അങ്ങനെ അല്ലാത്തവരെ മുഴുത്ത് ഒരു തകരാറ് കലിയുഗത്തിൽ വന്നാൽ അപ്പം അവരെയും ന്യഹനിഷ്യദന്തയെ വധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. വാദൈർ വിമോഹയതി യജ്ഞകൃത. നമ്മുടെ യജ്ഞത്തിൽ ജന്തുക്കളെ ഹിംസിച്ചുകൊണ്ട് പല വിധത്തിലുള്ള യാഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ വടക്കേ ഇന്ത്യയിൽ അല്പസ്വല്പം ചെറിയ കുട്ടികളെ പോലും ബലി കഴിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ബലി എന്നുള്ളൊരു പേരിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് മനസ്സ് നന്നാവണില്ല, പല വിധത്തിലുള്ള ദുരാചാരങ്ങളും ദുർനടപടികളുമുണ്ട്. എന്നാലോ യജ്ഞയാഗത്തിൻ്റെ പേരിൽ ഭീമമായിട്ടുള്ള തയ്യാറെടുപ്പുമൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ആ വ്യാമോഹമൊക്കെ തീർത്ത് ഈ വാദൈഹി നല്ല നല്ല വാദങ്ങൾ, യുക്തിവാദങ്ങൾ ഉന്നയിച്ച് അവരെ നേരിടുന്നു. അതിനൊരു ദൃഷ്ടാന്തം ഇവിടെ പറയാനുള്ളത് എന്താ? കൃഷ്ണൻ്റെ ചെറുപ്പത്തിൽ നന്ദഗോപരോട് പറഞ്ഞു, അച്ഛനോട്. അവർ പതിവ് പോലെ ഇന്ദ്രയാഗം നടത്താനായി വട്ടം കൂട്ടുന്നു. അച്ഛാ, എന്താ ഈ നടക്കണത്? അതോ ഇന്ദ്രന് യാഗം നടത്താനാ? ഇന്ദ്രനാ? ഏത് ഇന്ദ്രൻ? അയ്യോ, എന്താ നീ ഇങ്ങനെ ചോദിക്കണത്? ഇന്ദ്രനല്ലേ നമുക്ക് മഴ പെയ്യിപ്പിക്കണത്? ഇന്ദ്രൻ കോപിച്ചു കഴിഞ്ഞാൽ ഇടിവെട്ടും മിന്നലും വന്ന് മനുഷ്യർ ചാവില്ലേ? നമ്മുടെ കുടിലുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ തീ വന്ന് പോവും. ഇന്ദ്രൻ നീ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കേട്ടോ. ഏത് ഇന്ദ്രൻ? ഇന്ദ്രൻ ഒരു ദേവനാണ്, നമുക്ക് കാണാൻ പറ്റില്ല. സമ്മതിക്കില്ല അച്ഛാന്ന് പറയും. ഈ കുട്ടി പിടിവാശിയോടുകൂടി കൃഷ്ണൻ പുറപ്പെട്ടാൽ എങ്ങാനും പിൻവാങ്ങില്ല, നടക്കില്ല. നമ്മൾക്ക് ഈ അപ്രത്യക്ഷമായി ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ദേവന്മാരെ ഉപാസിക്കാൻ സാധിക്കില്ല. അച്ഛൻ എന്തെങ്കിലും യാഗം നടത്തണമെങ്കിൽ നമുക്ക് പുല്ല് തരുന്ന ഗോവർദ്ധനത്തിനും വെള്ളം തരുന്ന യമുനയ്ക്കും എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, ഇന്ദ്രനെ യാഗം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നായി. കുട്ടിയുടെ വാദം കേട്ട് ആദ്യം ചെറിയ കുട്ടിയാന്ന് വിചാരിച്ചു, ചോദ്യത്തിന് മറുപടി പറയാനില്ല. ഏത് ഇന്ദ്രൻ? അയ്യോ, നീ പറയണത് ശരിയല്ല, ഇന്ദ്രൻ കോപിച്ചാൽ നോക്കാം എന്നും പറഞ്ഞ അവസാനമാണ് യാഗം നടത്തിയില്ല. ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചു, ഗോവർദ്ധനം എടുത്തു പിടിച്ചു, അവസാനം ഇന്ദ്രൻ തോറ്റു. ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വാദൈർ വിമോഹയതി. വേറെ ഒരർത്ഥം ഇതിന് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബുദ്ധനായി അവതരിച്ച് നമ്മുടെ യജ്ഞയാഗങ്ങൾക്കൊക്കെ ഒരു വിരാമം വരുത്താനുള്ള ബൗദ്ധ സിദ്ധാന്തം ഇവിടെ സ്ഥാപിക്കും എന്നാണ്. ഞാൻ അതിനോടുകൂടി പൂർണ്ണമായി യോജിക്കുന്നുണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല, യോജിക്കണമെന്നും. എന്തായാലും അത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഭൂമേർഭരാവതരണായ യദുഷ്വജന്മ ജാതഃ കരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദൈർവിമോഹയതി യജ്ഞകൃതോ തദർഹാൻ ശൂദ്രാൻ കലൗക്ഷിതിഭുജോ ന്യഹനിഷ്യദന്തേ. ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗത്പതേഃ ഭൂരീണി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജ. ദ്രുമിളൻ പറയുന്നു. എന്താ പറയണത്? ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗത്പതേഃ. ജഗത്പതിയുടെ, ജഗതീശ്വരൻ്റെ ഈ മാതിരിയുള്ളതായ കർമ്മങ്ങളും ജന്മങ്ങളുമെല്ലാം ഭൂരീണി ഭൂരിയശസോ, ഓരോന്നിലും എത്രയാ ഖ്യാതിയും പ്രസിദ്ധിയും എല്ലാം നേടിയെടുത്തിരിക്കുന്നത്. ധാരാളം കർമ്മങ്ങളെപ്പറ്റി ഞാനിതാ വർണ്ണിച്ചിരിക്കണു, മതിയോ അതോ ഇനിയും വല്ലതും കേൾക്കണോ എന്നിങ്ങനെ ചോദിച്ചു നിർത്തുന്നു അദ്ദേഹം. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഉദ്ധവഗീതയാണ് പ്രധാനമായിട്ടും ഏകാദശ സ്കന്ധത്തിലുള്ളത്. അത് ശ്രീകൃഷ്ണൻ തന്നെ ഉദ്ധവന് നൽകിയിട്ടുള്ള ഉപദേശമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അന്തിമോപദേശമാണത്. അതിലും ഈ നവയോഗി സംവാദത്തിലും പ്രതിപാദിക്കുന്ന വിഷയം മുക്തിയാണ്. ഈ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിനുണ്ടാവുന്ന സ്വാതന്ത്ര്യം, ബുദ്ധിക്കുണ്ടാവുന്ന പൂർണ്ണമായ തെളിച്ചം. ആ ബുദ്ധിയുടെ തെളിച്ചത്തിൻ്റെ മുൻപിൽ സംശയത്തിൻ്റെ ഒരു വക്ക് പോലും അവിടെ ബാക്കി നിൽക്കില്ല. താൻ ആര്, ലോകമെന്ത്, ഈശ്വരനാര്, ഈ മൂന്നും തമ്മിലുള്ള ബന്ധമെന്ത്, ഇനി എന്തെങ്കിലും എനിക്ക് കിട്ടാനുണ്ടോ, കൊടുക്കാനുണ്ടോ, അങ്ങനെ ആപ്തകാമത്വം വരുത്തുന്നതായ ഒരു വിശേഷപ്പെട്ട ആശയത്തെളിച്ചമാണത്. ആ ആശയത്തെളിച്ചവും എല്ലാ വിധത്തിലുള്ള ഇടുക്കങ്ങളും കെട്ടുപൂട്ടുകളും അഴിഞ്ഞുലർന്നു പോകുന്നതായ ഒരു മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണത്. ആ മുക്തിസ്കന്ധത്തിലാണ്
ഉദ്ധവഗീത വരാൻ പോണു. അതിൻ്റെ മുന്നോടിയായി നിമി ചക്രവർത്തിയെ മുമ്പിൽ വെച്ചുകൊണ്ട് 9 യോഗികൾ സംസാരിക്കുന്നതിൽ 7 എണ്ണം കഴിഞ്ഞു. ഇനി 2 എണ്ണേ ബാക്കിയുള്ളൂ. ചമസനും കരഭാജനുമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജഗദീശ്വരൻ ഈ ലോകത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദം വഹിക്കുന്നവനാണ്. അതിൻ്റെ ഇടയിൽ മനുഷ്യൻ വന്ന് ജനിച്ചു. തനിക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്, നാം വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു അനുവാദം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ഈശ്വരഹിതത്തിന് വിരോധമാണെന്ന്. ഒരാൾ സ്വന്തം കാറിൽ പൊതുനിരത്തിൽ ഓടിക്കുന്നു. അപ്പോൾ ആ ഓടിക്കുന്ന സമയത്ത് എൻ്റെ കാറാണ്, ഞാനാണ് ഓടിക്കുന്നത്, അത്രയും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഓടിക്കുന്നത് പൊതുനിരത്തിലാണ്. അതിന് ചില വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങൾ ലംഘിച്ച് എത്ര തന്നെ വലിയ കാറായാലും, റോൾസറായോ മേഴ്സിഡീസ് ബെൻസോ എന്തോ ആവട്ടെ, അത് ഓടിക്കുന്ന ആൾക്ക് നിയമം വിട്ട് ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ മനുഷ്യജന്മം കയ്യിൽ കിട്ടിയാൽ ആ ജന്മം എങ്ങനെ നടത്തണം, എന്താണതിൽ ഉദ്ദേശം, ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കണം. അത് ലംഘിച്ചുകൊണ്ടൊരു ജീവിതം നമുക്ക് നടത്താൻ പറ്റില്ല. നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, കുട്ടികളുണ്ടാവട്ടെ, കുട്ടികളെ പഠിപ്പിച്ചോളൂ, നല്ല ബുദ്ധി അവർക്കുണ്ടാവണം, നല്ല സ്കൂളിൽ ചേർക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗം കിട്ടണം, വിദേശങ്ങളിലേക്ക് പോകണം, ഒക്കെ ശരിയാ. പക്ഷേ ഈ ചെയ്യുന്നതിലെല്ലാം ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും നിങ്ങൾക്കുണ്ടാവണം. എപ്പോഴാണോ ഈ വ്യക്തി, അങ്ങനെ വ്യക്തികൾ കൂടി വന്നാൽ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം തന്നെ നിയന്ത്രണാതീതമായി മൂല്യം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഒരു വൻ വിപത്തായി തീരുന്നത്, ആ വിപത്ത് വരുന്ന സമയത്തൊക്കെ ഈ സൃഷ്ടികർത്താവിന് സ്വന്തമായി ഒരു പ്രത്യേകമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആ ഭൂമി മുഴുവൻ വെള്ളത്തിൽ മൂടി, ഔഷധികൾ എന്ന് പറഞ്ഞാൽ ചെടികളടക്കമെല്ലാം അത് ഉപ്പുവെള്ളത്തിൽ മൂടി അങ്ങോട്ട് കിടന്നാൽ പിന്നെ അതിൻ്റെ ഒരു ബീജവും ബാക്കി നിൽക്കില്ല. അപ്പോൾ അത് പുറത്തങ്ങോട്ട് വന്നാൽ ചെടികൾ വേണ്ടേ? ചെടികളുണ്ടെങ്കിലല്ലേ ജീവജാലങ്ങൾ ഉണ്ടാവുള്ളൂ, മനുഷ്യനടക്കം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു മത്സ്യമായി വന്ന് ആ ഭൂമി അങ്ങോട്ട് രക്ഷിച്ചു എന്നാണ് പറയണത്. അതുമാതിരി കൂർമാവതാരം, വരാഹാവതാരം. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അങ്ങനെ ഇല്ലാതെ പറ്റില്ല. നിരുത്തരവാദപരമായി ഈ ഈശ്വരൻ ലോകത്തെ അതിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പോണില്ല എന്നുള്ളതാണ് നമുക്കിതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. അതിൽ ചിലതൊക്കെ ചില്ലറ ബുദ്ധിജീവികളെ കൊണ്ടും പെഹൽവാനായിട്ടുള്ള ആൾക്കാരെ കൊണ്ടും ഒക്കെ നടക്കും. പക്ഷേ വിശേഷമായ സംഭവം വരുമ്പോൾ വിശേഷാവതാരങ്ങൾ തന്നെ വേണ്ടി വരും എന്ന് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക. ഇന്നിപ്പോൾ നമുക്ക് ആവശ്യം എന്താ? ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, അതിലത്തെ ചില പ്രധാനപ്പെട്ടവർ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുക, സ്വാമിജി എന്താ ചെയ്യുക, നമ്മുടെ പാർട്ടിക്ക് ശരിയായ ഒരു നേതൃത്വമില്ല. ഞാൻ ജംഷഡ്പൂരിൽ പോയപ്പോൾ ജാർഖണ്ഡിൻ്റെ വർത്തമാനം, അവിടെ ഒരു ട്രേഡ് യൂണിയൻ ലീഡർ വന്ന് എന്നോട് സംസാരിച്ചു. അദ്ദേഹം പറയുകയാണ്, എന്താ ചെയ്യുക സ്വാമിജി, ഞാൻ ട്രേഡ് യൂണിയൻ മാത്രമേ നോക്കണുള്ളൂ, പക്ഷേ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നേതാവില്ലാന്ന് പാർട്ടിക്കാരൻ പറയുക. അപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഋഗ്വേദത്തിൽ ചില സ്തുതികളുണ്ട്, ഞങ്ങൾക്ക് നല്ല നേതാക്കന്മാർ ഉണ്ടാവട്ടെ എന്ന്. ഋഗ്വേദത്തിൽ പറയും, സംഗച്ഛധ്വം സംവദധ്വം, ഞങ്ങൾ ഒരുമിച്ച് നടക്കുമാറാകട്ടെ, ഒരുമിച്ച് ചിന്തിക്കുമാറാകട്ടെ, ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമാറാകട്ടെ എന്നൊക്കെ. അപ്പം നമ്മുടെ പ്രാർത്ഥന തന്നെ എന്താവണം? ഒരു കൂട്ടായ്മ ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം. നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം നാം തന്നെയാണ് ഉത്തരവാദി. പക്ഷേ നല്ല മനുഷ്യരെ കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഐശ്വര്യമായ അല്ലെങ്കിൽ ഒരു ഈശ്വരീയമായ ഇടപെടൽ ഉണ്ടായേ തീരുള്ളൂ. ആ ഇടപെടലിന് വേണ്ടി നമ്മൾ കൂട്ടായി യത്നിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ പോലും അത് തെറ്റാവില്ല. അതിനുള്ള ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലോകം ഇങ്ങനെ ഒരു നേർവഴിയായി നീങ്ങുന്ന ഒരു ഗതിയല്ല ലോകത്തിന്. അതിന് പല വളവുകളുണ്ട്, ഉയർച്ച താഴ്ചകളുണ്ട്. ആ ഉയർച്ചയും താഴ്ചയും ഒക്കെ വരുമ്പോൾ അത് നേരിടാനായി അൾട്ടിമേറ്റ്ലി അന്തിമഘടനയിൽ ഇവിടെ ഒരു ജഗത്പതി എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട പ്രഭാവമുണ്ട്. അതൊരിക്കലും അതിൽ നിന്ന് പിൻവാങ്ങില്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് ഞാൻ അങ്ങയോട് ഈ പറഞ്ഞത് മുഴുവനും. ഇത്രയൊക്കെ അവതാരങ്ങൾ ഉണ്ടായി. ഇനി അവസാനം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം തീരെ തകരാറിലാണ്, അത് നേരെയാക്കാൻ പറ്റിയ തരത്തിലുള്ളവരാരും ഇല്ല എന്ന് വന്നാൽ അതിനു വേണ്ട നടപടിയും ഈ ജഗത്പിതാവ് എടുക്കും ഭാവി കാലത്തിൽ എന്ന് പറഞ്ഞ്
കൽക്കി അവതാരത്തിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ പ്രത്യേക സംവാദം അവസാനിക്കുന്നത്. വിദേഹ രാജ്യത്ത് നിമി ചക്രവർത്തി അതിവിപുലമായിരിക്കുന്ന ഒരു സത്രം നടത്തുന്നതാണ് രംഗം. അവിടെ അപ്രതീക്ഷിതമായിട്ടാണ് 9 യോഗികൾ വന്നു ചേർന്നത്. അവരെ കണ്ടതോടെ മഹാരാജാവിന് ചക്രവർത്തിക്ക് വളരെയധികം കാര്യം മനസ്സിലായി. സത്കരിച്ചിരുത്തി ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മഹാചക്രവർത്തി ചോദിക്കുന്ന ചോദ്യമാണ് നവയോഗികളോട്: ഭാഗവത ധർമ്മങ്ങൾ എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരൂ. എങ്ങനത്തെ ധർമ്മങ്ങൾ? ഭഗവാനെ സ്വയം ഭക്തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായ ഭാഗവത ധർമ്മങ്ങൾ. അപ്പോൾ ഭാഗവതധർമ്മം ഭക്തി, ആ ഭക്തിധർമ്മത്തിന് ഭഗവാനെ ആനയിക്കാനുള്ള ഒരു ശക്തിയും സ്വാധീനവുമുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഭക്തി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രയോഗമോ ഒരു പദ്ധതിയോ അല്ല. അഖില ചരാചരങ്ങളിലും അധിവസിക്കുന്ന പരമകല്യാണനിധിയായിരിക്കുന്ന മഹാപ്രഭു ജഗദീശ്വരനെ തൻ്റെ ഹൃദയത്തിലേക്ക് ആനയിക്കുന്നതാണ് ഭക്തിയുടെ പിഴവറ്റ ദൗത്യം. ആ ദൗത്യം എങ്ങനെ നിറവേറും എന്നാണ് മഹാരാജാവ് ചോദിക്കുന്നത് നവയോഗികളോട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാനും അതിന് മറുപടി പറയാനും ഈ മഹാതേജസ്വികളും തപസ്വികളുമായിരിക്കുന്ന ഈ നവയോഗികളേക്കാൾ ഭേദപ്പെട്ടവരാരും ഉണ്ടാവില്ല. അവിടെ ചമ്രം പടിഞ്ഞിരുന്ന് അവരുടെ മുൻപിലിരുന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് ഓരോരുത്തരും അവരവരുടെ ഭാഗം അവതരിപ്പിച്ചു. 7 പേർ സംസാരിച്ചു കഴിഞ്ഞു. ഇനി 2 പേരും കൂടിയുണ്ട്. അതിൽ ചമസൻ എന്ന് പറയുന്ന യോഗിയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ യോഗിയും പറഞ്ഞു നിർത്തിയതിന് ശേഷം ഇനി അങ്ങയ്ക്ക് അറിയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാരാജാവ് നിമി ചക്രവർത്തി മറുപടി പറയും ഒരു ചോദ്യരൂപത്തിൽ. ചമസയോഗിയുടെ മുൻപിലും അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാഹ തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠ അഭിജതാത്മനാം കാ നിഷ്ഠ അവിജിതാത്മനാം. ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാഹ തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠ അവിജിതാത്മനാം. ഇതേവരെയൊക്കെ ഭക്തൻ ഭക്തി എങ്ങനത്തതാ ഏതു പ്രകാരം എന്നൊക്കെയാണ് വർണ്ണിച്ചത്. ഇപ്പം മഹാരാജാവ് ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യം ഒന്ന് വേറെയാ. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ മനസ്സിലെ ആശ തിങ്ങി നിറഞ്ഞുകൂടി അങ്ങനെ ലക്കും ലഗാനവുമില്ലാതെ താളം തെറ്റി ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ എന്താണ് പിണയ്യ എന്നാണ് ചോദ്യം. പ്രേക്ഷകർക്ക് മനസ്സിലായോ ഞാൻ ഈ പറയണത്? ധർമ്മം അവതരിപ്പിക്കുന്ന സമയത്ത് ധർമ്മം അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളും മേന്മകളും സമ്പത്തും യോഗ്യതയും എന്താണെന്നുള്ളത് വിവരിക്കണം. ഈ ധർമ്മം അനുഷ്ഠിക്കാഞ്ഞാലോ അനുഷ്ഠിക്കാതെ വന്നാലോ എന്താണ് അപകടം, തകരാറ് വരിക എന്നും കൂടി പറയണം. ഇത് രണ്ടും പറഞ്ഞാലേ ധർമാനുഷ്ഠാനത്തിൽ മനുഷ്യർക്ക് വേണ്ടതുപോലെയുള്ള പ്രേരണയും സ്വാധീനവും ഉത്സാഹവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു നിഷ്ഠയുമില്ലാതെ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ഉത്തുംഗമായിരിക്കുന്ന ഒരു ജന്തുവാണല്ലോ മനുഷ്യൻ, ഒരു ജീവി. ആ ഉത്തുംഗതയൊന്നുമില്ലാതെ അങ്ങനെ കുത്തഴിഞ്ഞ ഒരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതം ഉള്ളവർക്ക് എന്താണ് ഭവിഷ്യത്ത് എന്ന് ചോദിക്കുക. അപ്പോൾ അതും മറുപടി പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ എങ്ങാനും കുത്തഴിഞ്ഞു പോയാൽ എനിക്ക് ഇങ്ങനെയുള്ള അപകടം വരും എന്ന് തോന്നി ഭയം തോന്നണം. അപ്പോഴാണ് ധർമാനുഷ്ഠാനത്തിൽ നമുക്ക് പ്രതിപത്തിയും താല്പര്യവും ഉണ്ടാവുക. അത് വിചാരിച്ചിട്ടാണ് ഈ അധർമ്മത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ശാസ്ത്രം സ്വതവേ വിവരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. മുഖബാഹൂരുപാദേഭ്യ പുരുഷസ്യ ആശ്രമൈ സഹ ചത്വാരോ ജജ്ഞിരേ വർണ്ണ ഗുണൈർ വിപ്രാദയ പൃഥക്. മുഖബാഹൂരുപാദേഭ്യ പുരുഷസ്യ ആശ്രമൈ സഹ ചത്വാരോ ജജ്ഞിരേ വർണ്ണ ഗുണൈർ വിപ്രാദയ പൃഥക്. വളരെ എന്താ ഞാൻ പറയുക, വളരെയധികം സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്നാലോ അത് വളരെ വളരെ പ്രസക്തവുമാണ്. അതറിഞ്ഞാൽ നമുക്ക് മനുഷ്യജീവിതം എത്രയും മേന്മയുറ്റതായിത്തീരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം അധ്യായം എന്ന് പറഞ്ഞുകൂടാ, 5-ാമത്തെ അധ്യായത്തിൽപ്പെട്ടതാണിത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണെന്ന് പ്രേക്ഷകരായ നിങ്ങളെ മനസ്സിലാക്കണം.
ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം ശ്രോതാക്കളാണെങ്കിൽ ശ്രോതാക്കൾ, പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്നവർ, അവരെ വേണ്ടതുപോലെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. ശാസ്ത്രത്തിൽ ഇതിൽ ഒരു വിധത്തിലുള്ളതായ പക്ഷഭേദമോ അല്ലെങ്കിൽ ഭയമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഗണനകളോ ഇല്ല. വസ്തുതകളെ അതേപടിക്ക് നിരത്തി വയ്ക്കുക, വിശകലനം ചെയ്യുക, ഉദ്ബോധിപ്പിക്കുക, ഇതാണ് ആവശ്യം. 4 വർണ്ണം 4 ആശ്രമം, ഇത് രണ്ടും കൂടിയതാണ് ഭാരതത്തിലെ ധർമ്മശാസ്ത്രം. 4 വർണ്ണം 4 ആശ്രമം. ഈ 8 എണ്ണം വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഇവിടെയുള്ള ധർമ്മശാസനകളോ ധർമാനുഷ്ഠാനങ്ങളോ മുഴുവൻ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ശ്രീമദ് ഭാഗവതത്തിൽ 2 സ്ഥലത്താണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 7-ാം അധ്യായത്തിൽ. ഭാഗവത പരിവ്രജന പരമ്പര ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ 8 പുസ്തകം എഴുതി 10 സ്കന്ധം വരെ അവസാനിപ്പിച്ചു. അതിൽ 4-ാമത്തെ പുസ്തകമുണ്ട്, ധർമ്മമൂല്യങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലാണ് നാരദ മഹർഷി യുധിഷ്ഠിരനോട് വർണ്ണാശ്രമ ധർമ്മങ്ങളെപ്പറ്റി പറയുന്നത്. ഇതേ വർണ്ണാശ്രമ ധർമ്മങ്ങളെപ്പറ്റി 11-ാമത്തെ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണൻ ഉദ്ധവനോടും പറയുന്നുണ്ട്. ആ 2 ഭാഗമാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് കേട്ട് മനസ്സിലാക്കി പരസ്പരം ചർച്ച ചെയ്യേണ്ടതാണ്. മൊത്തത്തിൽ ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞ് അറിവുള്ളവരും ഇല്ലാത്തവരും എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നു. എന്താ അതിന് കാരണം എന്ന് എനിക്കറിയില്ല. പ്രകൃതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ മനുഷ്യൻ രചിച്ചതോ രചിക്കാൻ ആവശ്യപ്പെടുന്നതോ ആയ കാര്യങ്ങളല്ല. അച്ഛനമ്മമാർക്ക് 4 കുട്ടികളുണ്ടായി. ആ 4 കുട്ടികൾ 4 പ്രകൃതക്കാരാണ്. ഇത് അച്ഛനമ്മമാർ ആവശ്യപ്പെട്ടോ മനഃപൂർവ്വമായോ ഉണ്ടാവുന്നതാണോ? അല്ല. അച്ഛനമ്മമാരിൽ അമ്മ ഗർഭം ധരിച്ചു, 4 കുട്ടികളുണ്ടായി, പ്രസവിച്ചു. വളർന്നു വന്നപ്പോൾ 4 ആൾ 4 തരക്കാരാ. അതിന് അച്ഛനോ അമ്മയ്ക്കോ എന്താ പിഴവ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഗർഭാധാനം എങ്ങനെ പ്രകൃതി സംവിധാനമോ അതേമാതിരി ആ സന്താനങ്ങളുടെ സ്വഭാവവിശേഷവും പ്രകൃതിയുടെ സംവിധാനം തന്നെ. പ്രകൃതിയാണ് അത് വിഭാവനം ചെയ്യുന്നതോ കരിപിടിപ്പിക്കുന്നതോ, അതിൽ നമുക്ക് സ്ഥാനമില്ല. അതേമാതിരി ഒന്നാണ് ഇവിടെ. സാധാരണ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായി ചില ഉപമയും അലങ്കാരവും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപമാലങ്കാരങ്ങളില്ലാതെ ശരിയായിട്ടുള്ള സാഹിത്യത്തിന് വളരാനോ മുന്നേറാനോ സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, മുഖ ബാഹൂരുപാദേഭ്യ പുരുഷസ്യ ആശ്രമൈഃ സഹ 4 വർണ്ണാഃ ജജ്ഞിരേ ഗുണൈഃ വിപ്രാദേഹ പൃഥക്. 4 വർണ്ണവും 4 ആശ്രമവും ഉണ്ടായി. അതിൽ ഈ വർണ്ണം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഈ വർണ്ണങ്ങൾ 4 വിഭാഗമാണ്. ഈ 4 വിഭാഗവും കൂടിച്ചേർന്നതായ ഒരു കൂട്ടായ്മയാണ് മനുഷ്യരാശി, മനുഷ്യസമ്പത്ത്, ജീവിതം പറയണത് മുഴുവനും, ജീവരാശികൾ മുഴുവനും. ഈ 4 വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രമുള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പശുക്കളായാലും വൃക്ഷങ്ങളായാലും പാറകളായാലും കല്ലുകളായാലും എല്ലാറ്റിലും ഈ 4 വർണ്ണങ്ങളുണ്ട്. ഈ ശില്പശാസ്ത്രക്കാർ പറയണത് കേട്ടിട്ടുണ്ട്, ഇത് ബ്രാഹ്മണശിലയാണ്, ഇത് ക്ഷത്രിയശിലയാണ്, ഇത് വൈശ്യശിലയാണ്, ഇത് ശൂദ്രശിലയാണ്. വൈശ്യനും ശൂദ്രനും ആവുമ്പോൾ ഞങ്ങൾക്ക് പണിയാൻ പറ്റില്ല, അത് ക്ഷത്രിയനോ ബ്രാഹ്മണനോ ആയാലേ പറ്റുള്ളൂ. ശില്പശാസ്ത്രപ്രകാരം അവർക്ക് ഈ ശിലകളെ പരിശോധിച്ച് ഏതാണ് അവർ ഉളി വെച്ച് മേടുമ്പോൾ അധികം പൊളിഞ്ഞു പോകാതെ അവർ ഉദ്ദേശിക്കുന്നതായ ആകൃതി, നനുത്ത ആകൃതി, ഇപ്പോൾ ഒരു വിരലാണെങ്കിൽ വിരൽ, നഖം, നഖത്തിൻ്റെ തുമ്പ്, മൂക്കിൻ്റെ തുമ്പ്, അങ്ങനെ പലതും കാണിക്കണമല്ലോ. സ്ത്രീകളുടെ കഴുത്തിലൊരു നെക്ലസ് ഉണ്ടാവും. ആ നെക്ലസ് എങ്ങനെയാണ്? ഈ മാറത്ത് വന്ന് തട്ടി അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഒരു 3-4 ഇഞ്ച് ഈ ശരീരഭാഗത്തിൽ നിന്നിങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുക. അതും കൂടി ഉളി വെച്ച് തട്ടുമ്പോൾ ചോട്ടിലും മുകളിലും അതിന് ആധാരമില്ല, അത് പൊട്ടിപ്പോയാലോ? അപ്പോൾ അവർ പറയും ബ്രാഹ്മണശിലയിൽ മാത്രമേ ഇങ്ങനെയുള്ള ആഭരണങ്ങൾ ഞങ്ങൾക്ക് കൊത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾ ഒന്നും പെട്ടെന്ന് കേട്ട് തീരുമാനിക്കേണ്ട, ആലോചിച്ചോളൂ. ശാസ്ത്രങ്ങളൊക്കെ വിചിന്തനം ചെയ്യാൻ വിധേയമാണ്. അങ്ങനെ ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ പുരുഷന് ഒരു പുരുഷ ശരീരമെടുത്തോളൂ. ആ പുരുഷ ശരീരമെടുത്താൽ അതിൽ പ്രധാനപ്പെട്ട 4 ഭാഗമാണ്. ഒന്ന് മുഖം എന്ന് പറഞ്ഞാൽ കഴുത്തിന് മേപ്പെട്ടുള്ളതായ ശിരസിൻ്റെ ഒരു ഭാഗമാണ് മുഖം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിക്കാനും ജോലിയെടുക്കാനുമൊക്കെ പറ്റിയതാണ് ബാഹു, കൈകൾ. ആ കൈകൾ കഴിഞ്ഞാൽ ഈ ശരീരം നിൽക്കുന്നത് കാലിലും തൊടയിലുമാണ്. അപ്പോൾ തൊട,
മുഖബാഹൂരു പാദേഭ്യ. നല്ല നീളമുണ്ടല്ലോ, ഒരംഗം എന്നുള്ള നിലയ്ക്ക് കാലിന് വളരെ നീളം കൂടുതലാണ്. ഈ കാലും ശരീരത്തിൻ്റെ ഭാരവും മുഴുവനും നിൽക്കുന്നത് കാലടികളിലാണ്. അപ്പോൾ കാലടി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഭൂമിയെ സ്പർശിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഭൂസ്പർശം ഉണ്ടാക്കി തന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും ചുമക്കുന്നത് കാലടികളാണ്. അത് നാലാമത്തത്. ഈ 4 എണ്ണം കൂടാതെ ഒരു ശരീരം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് 4 വർണ്ണങ്ങളില്ലാതെ നമുക്ക് മാനവരാശിയോ മനുഷ്യ സമുദായത്തെയോ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. ഇതിൽ ഏതെങ്കിലും ഒരംഗം മറ്റേ അംഗങ്ങളോട് എതിർക്കുകയോ മത്സരിക്കുകയോ ചെയ്യുന്ന ചോദ്യം വരുന്നുണ്ടോ? ഇപ്പോൾ മുഖമുണ്ട്. മുഖമാണ് കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ഇതെല്ലാം മുഖത്തിലാണ്. അപ്പോൾ കണ്ണുകൊണ്ട് നോക്കിയിട്ട് വേണം വഴി നിശ്ചയിച്ച് നടക്കാൻ. അപ്പോൾ കാലടിക്ക് ദിശ കാണിച്ചു കൊടുക്കുന്നത് കണ്ണാണ്. ഞാനിങ്ങനെ കണ്ണ് കാണിച്ചതനുസരിച്ച് നടക്കണു, ഇനി താൻ കുറച്ച് കഴിഞ്ഞാൽ കാലടി ആവുക, ഞാൻ കണ്ണാവാം എന്ന് കാലടി കണ്ണിനോട് പറയാറില്ല. കാലടിക്ക് കണ്ണ് ആവശ്യമാണ്, കണ്ണിന് കാലടിയും ആവശ്യമാണ്. ഇത് രണ്ടും വേണമെങ്കിലോ തുട വേണം. ഇതൊക്കെ ഉണ്ടായി 2 കയ്യും ഇല്ലെങ്കിലോ നമുക്ക് വേല ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കൈകളും തുടയും കാലടിയും കണ്ണുമൊക്കെ പാരസ്പര്യത്തോടുകൂടി മ്യൂച്വാലിറ്റിയോടുകൂടി ഇണങ്ങി ശരീരത്തിൻ്റെ അംഗങ്ങളായി ആ പൂർണ്ണ ശരീരത്തിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവ ചെയ്യുന്നത്. ഇതിലൊരു പിണക്കത്തിൻ്റെ ചോദ്യമില്ല, മത്സരത്തിൻ്റെ ചോദ്യമില്ല. കണ്ണ് എന്തുകൊണ്ട് മീതെയായി, കാലടി എന്തുകൊണ്ട് താഴെയായി എന്നുള്ള ചോദ്യമില്ല. നനുത്ത കണ്ണിന് ഏറ്റവും ചെറുതാണ്. അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പുരികത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്. അതിനൊരു മറവ് എന്നുള്ള നിലയ്ക്ക് കണ്ണിൻ്റെ പോളകളുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് മൂടാനും തുറയ്ക്കാനും പറ്റും. ഈ കരത്തനാട്ടിലുള്ളവർ മെയ്യഭ്യാസമുള്ളവരായിരുന്നു. അവർ സാധാരണ പറയുന്നത് അഭ്യസിച്ച് പഴയ കാലത്ത് മെയ്യ് കണ്ണാവണമെന്നാണ് പറയുക. മെയ്യ് കണ്ണാവണമെന്ന്. മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം, അത് കണ്ണുപോലെ ആവണത്രേ. ആരെങ്കിലും ഒരാൾ വെട്ടാനോ അടിക്കാനോ വന്നാൽ കണ്ണ് പ്രതികരിക്കുന്ന മാതിരി ശരീരം മുഴുവനും പ്രതികരിക്കാൻ പറ്റുന്നതാണ് ആ സംവേദനത്തിൻ്റെ പരമാവധി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഞാനത് പ്രസംഗവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കണ്ണിന് നോക്കിക്കാണുന്നതാണ് അതിൻ്റെ ഉദ്ദേശം. കാലടിയോ ശരീരത്തിന് മുഴുവനും താങ്ങി കണ്ണിന് കാണാനും പ്രവർത്തിക്കാനും പറ്റിയ തരത്തിൽ ഭൂസ്പർശം ചെയ്തിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക. കാലിൻ്റെ അടിയിൽ ഉള്ള തോലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷനോ രോഗാണുക്കളുടെ സംക്രമമോ ഇല്ലാത്ത തരത്തിൽ അതിനെ തടുത്തു നിർത്താൻ പറ്റിയ തരത്തിലുള്ളതാണ് നമ്മുടെ കാലടി. കയ്യിൻ്റെ അടി അതുപോലെയല്ല. കാലടി കൊണ്ട് നമുക്ക് ചെരുപ്പില്ലാതെ എവിടെ വേണമെങ്കിലും നടന്നു പോകാൻ പറ്റും. കൈ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. തുടയോ, ആ തുടയ്ക്ക് ഈ ഭാരം മുഴുവനും ഏറ്റെടുക്കണം. അതിന് പറ്റിയ ബലം തുടയിലുണ്ട്. ഇപ്പോൾ ഫിസിയോളജി അറിയുന്നവർ നിങ്ങളോട് ചോദിച്ചാൽ പറയും എന്തൊക്കെ മസിലാണ് ഈ തുടയിലുള്ളത്. 4 or 5 കൂട്ടം ക്വാഡ്രിസെപ്സ് എന്നൊക്കെയാണ് പറയുക അവിടെയുള്ള മസിലിൻ്റെ പേരുകൾ. അപ്പോൾ ഇത്ര വലിയ ഭാരമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയണം, ഇരിക്കണം, ചാടണം, ഓടണം, ഇങ്ങനെ പലതും ചെയ്യാൻ തുടയ്ക്ക് നല്ല ശക്തി വേണം. കൈയാണെങ്കിലോ പിടിക്കാൻ. ചില ഡോക്ടർമാരൊക്കെ എന്നോട് പറയുകയാണ് നമ്മുടെ കൈവിരലുകളുണ്ടല്ലോ ഇതിനേക്കാൾ വലിയ സ്ക്രൂ ഡ്രൈവർ ഇല്ല എന്നാണ് പറയണത്. ഞാൻ ജംഷഡ്പൂരിൽ ചെന്നപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജൻ ചെറുപ്പക്കാരനാണ്, എനിക്കറിയുന്ന ഒരു കുട്ടിയാണ്, സംസാരിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ സർജറി നടത്തുന്നത്? അദ്ദേഹം എന്നോട് പറയുക, സ്വാമിജി വയറ്റിൻ്റെ ഉള്ളിലേക്ക് 2-3 തുളയുണ്ടാക്കും, എന്നിട്ട് ഈ 3 വിരലുകൊണ്ടാണ് ഞങ്ങളുടെ പ്രയോഗം. ഈ 3 വിരൽ 3 എണ്ണം ഇതുകൊണ്ടാണ് അവർ ഉള്ളിലുള്ള അവയവങ്ങളെ മുഴുവൻ കണ്ടെത്തി അതിൽ നിന്നിപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കുന്നതാണല്ലോ, അതിനൊക്കെ എടുത്ത് കളയുക, ലിവറിൽ കേടുണ്ടെങ്കിൽ മാറ്റുക, അപ്പൻഡിക്സ് എടുത്ത് മാറ്റുക, ഗോൾ ബ്ലാഡർ എടുത്ത് മാറ്റുക. ഇതൊക്കെ ചെയ്യുന്നത് ഈ പുറമേ നിന്ന് തുളകളിലൂടെ പ്രവേശിച്ചിട്ടാണ്. അപ്പോൾ ഈ 3 വിരലുകൾക്ക് എത്രത്തോളം സാമർഥ്യമുണ്ട്, എത്രത്തോളം പ്രബലമാണവ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാറ്റിനും അതതിൻ്റേതായ വിശേഷമുണ്ട്. ഈ വിശേഷങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നതും ജീവിതം കൊണ്ടു നടക്കാൻ സമർത്ഥനാകുന്നതും. അപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള വിരോധമോ വൈരുദ്ധ്യമോ എതിർപ്പോ മാത്സര്യമോ ഒന്നുമില്ല. പരസ്പരം സാമഞ്ജസ്യത്തോടുകൂടി നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ഈ അവയവങ്ങൾ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സവേദവിത് എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തിന് അടിയും വേരും മേപ്പെട്ടും
കൊമ്പുകളും ശാഖകളും ഒക്കെ താഴത്തുമായിട്ടുള്ള ഒരു വൃക്ഷമാണ് എന്നിങ്ങനെ ഉപമിക്കുന്നു അദ്ദേഹം. ഞാൻ കഴിഞ്ഞ കൊല്ലം അല്ല ഇക്കൊല്ലം തന്നെ ജനുവരി മാസത്തിൽ തൃശ്ശൂരിൽ ഗീതാതത്വ സമീക്ഷ കഴിഞ്ഞ 15 കൊല്ലമായി നടത്തി വരുന്നു. അതിൽ 15ാമത്തെ അധ്യായമായിരുന്നു ഇത്തവണ വിഷയം. അതിലെ ആദ്യത്തെ ഒരു ശ്ലോകം 4 ദിവസമോ 3 ദിവസമോ എങ്ങാണ്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. എന്താ ഇവിടെ പറയണത്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തല കീഴായിട്ടുള്ള ഒരു വൃക്ഷമാണെന്ന്. എന്താ ഈ തല കീഴായിട്ടുള്ള വൃക്ഷം? ഈ പ്രപഞ്ചത്തിൻ്റെ വേരുപടലങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇതിൻ്റെ മൂലം നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ആ പ്രപഞ്ചം നമ്മുടെ 4 ഭാഗത്തും ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പുകളും ശാഖകളും ഇലകളും പൂക്കളും എല്ലാം പടർന്ന് നിൽക്കുന്നതുമാതിരി നിൽക്കുന്നു. ദാ ഭൂമി നമ്മുടെ അടുത്തുണ്ട്, ചുറ്റും ചന്ദ്രനുണ്ട്, മറ്റു ഗോളങ്ങളുണ്ട്, നോക്കിയാൽ സൂര്യനുണ്ട്, ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊന്ന് വിചാരിക്കരുത് ഇതാണ് ഇതിൻ്റെ മൂലം എന്ന്. ഇതൊക്കെ വേരുകൾ മേപ്പെട്ട ഇതൊക്കെ വൃക്ഷങ്ങളും ശാഖകളുമാണ്, തടിയും മേലെയാണ്. അങ്ങനെ തലകീഴായിരിക്കുന്ന ഒരു വൃക്ഷത്തെപ്പോലെ അശ്വത്ഥപ്പോലെയാണ് ഈ വൃക്ഷം എന്ന് പറഞ്ഞ് ഉപമിക്കുന്നു അദ്ദേഹം. അതേമാതിരി ഈ പ്രപഞ്ചത്തിലും മനുഷ്യരാശിയെ ഒരു പുരുഷനാണ് എന്ന് ചിത്രീകരിച്ച് ആ പുരുഷൻ്റെ അംഗങ്ങളുടെ വിവരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഇതിന് നമുക്കൊരു വിശദീകരണം നൽകുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഊർധ്വമൂലം അധശാഖം ഋഷയ പുരുഷം വിദുഹു എന്ന്. ചികിത്സയാണല്ലോ, ചികിത്സാഗ്രന്ഥമാണ് അഷ്ടാംഗഹൃദയം. അവർ പറയുന്നത് എന്താ? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ശരീരം ഊർധ്വമൂലം, തലയാണ് ഇതിൻ്റെ മൂലം, ശിരസ്. കയ്യും കാലും ഒക്കെ ഇതിൻ്റെ ശാഖകളും കൊമ്പുകളുമൊക്കെയാണ്. അങ്ങനെയുള്ളതാണ് മനുഷ്യ ശരീരം. അപ്പോൾ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ഈ രോഗങ്ങൾക്കെല്ലാം ഒരളവ് വരെ മൂലകാരണം ശിരസ്സിലാണ്. അതുകൊണ്ട് ശിരസ്സിനെ നിങ്ങൾ വേണ്ടതുപോലെ നോക്കണം. അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടാണ് കണ്ണും കാതും കയ്യും കാലും എല്ലാം പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് വിചാരിക്കരുത് ഇതിൻ്റെ ഇരിപ്പിടം താഴത്താണെന്ന്. നമ്മൾ കാലെടുത്ത് വയ്ക്കാനും ഇന്ന സ്ഥലത്ത് എടുക്കണം ഇന്ന സ്ഥലത്ത് വയ്ക്കണം എന്ന് പറയുന്നത് ബ്രെയിൻ സിഗ്നലാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് തലയാണ്. അവിടെയും അങ്ങനെ ഒരു ഉപമിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. മുഖബാഹൂരുപാദേഭ്യ പുരുഷസ്യ ആശ്രമൈ സഹ ചത്വാരോ ജജ്ഞിരേ വർണ്ണ ഗുണൈർ വിപ്രാദയ പൃഥക്. 4 വർണ്ണങ്ങളുള്ള ഒരു സമാജമാണ് മനുഷ്യ സമാജം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ ജീവരാശികളിലും ജീവനില്ലാത്ത വസ്തുക്കളിൽ പോലും ഇത്തരത്തിലുള്ള വർണ്ണവിവേചനം അല്ലെങ്കിൽ വർണ്ണവ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒന്നാണ്. അതിലെന്തൊക്കെ പെടും? ചത്വാരോ ജജ്ഞിരേ വർണ്ണാഹ, 4 വർണ്ണങ്ങളാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്. ഗുണൈഹി വിപ്രാദയ പുരുഷസ്യ ആശ്രമൈഹി സഹ. ഈ 4 വർണ്ണങ്ങളെപ്പോലെ 4 ആശ്രമങ്ങളുമുണ്ട്. ഈ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ മൂലമാണ്. പ്രകൃതി ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി കാണണം. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ. സത്വഗുണം അറിവിനെയും വെളിച്ചത്തെയും പ്രകാശത്തെയും സുഖത്തെയും സൂചിപ്പിക്കുന്നതാണ്. രജോ ഗുണമോ പ്രവൃത്തികളെയും പ്രവൃത്തി ഹേതുക്കളായിരിക്കുന്ന മനോവികാരങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. തമോ ഗുണമോ ആലസ്യം, ഉറക്കം, അശ്രദ്ധ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തമോ ഗുണത്തിന്. അപ്പോൾ ഈ 3 ഗുണങ്ങളും ചേർന്ന് ഉണ്ടാക്കി തീർക്കുന്നതാണ് 4 വർണ്ണങ്ങൾ. ആ 3 ഗുണങ്ങൾ തന്നെ നമ്മൾക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന 4 ജീവിതഘട്ടങ്ങൾ അല്ലെങ്കിൽ ദശകൾ. അപ്പോൾ ഈ 4 വർണ്ണങ്ങളും, ആ 4 വർണ്ണങ്ങൾ എങ്ങനെയാണ്? വിപ്രാദയ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന 4 വർണ്ണങ്ങൾ. അതിൽ ഈ 4 വർണ്ണക്കാർക്ക് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന 4 ആശ്രമങ്ങളും ഇതെല്ലാം ഉണ്ടായി. പുരുഷസ്യ, മഹാപുരുഷനിൽ നിന്ന് ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടായത്? മുഖ ബാഹൂരുപാദേഭ്യ, മുഖത്തിൽ നിന്ന് ബ്രാഹ്മണൻ, ബാഹുവിൽ നിന്ന് ക്ഷത്രിയൻ, ഊരുവിൽ നിന്ന് വൈശ്യൻ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ. ഇങ്ങനെ 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? ഇതിൽ ഒരു വർണ്ണവും ഒരു വർണ്ണത്തിന് മീതെയോ താഴെയോ ആണെന്ന് വിചാരിക്കരുത്. 4 കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. മുഖം, കയ്യ്, തൊട, കാലടി ഇതെല്ലാം കൂടിയ ഒരു സംഘാതമാണ് മനുഷ്യ ശരീരം എന്നതുപോലെ
നമ്മുടെ മാനവ സമാജവും ഈ 4 വകുപ്പും കൂടിച്ചേർന്ന ഒരു സംഘാതമാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ ഉയർച്ചത്താർച്ച ഇവിടെ ചിന്താവിഷയം. 4 വിഭാഗക്കാർ 4 തരത്തിലുള്ള പ്രേരണകളോടുകൂടി പ്രവൃത്തിമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു, പരസ്പരം പൂരകങ്ങളായി എന്നാണ് മനസ്സിലാക്കാനുള്ളത്. യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭജന്തി അവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാഃ പതന്ത്യഥഃ. യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം. ഈ 4 കൂട്ടരുണ്ടല്ലോ, ഈ 4 കൂട്ടരും പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭജന്തി അവജാനന്തി. ഈ 4 കൂട്ടക്കാരും, ഇപ്പോൾ കാലടി ഉണ്ടെന്ന് വയ്ക്കുക, തൊടയുണ്ട്, കൈയുണ്ട്, തലയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സും ബുദ്ധിയും ഒരു അന്തരാത്മാവുമുണ്ട്. ആ ഉള്ളിൽ നിന്നാണ് ഈ പ്രവൃത്തികൾ മുഴുവൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ 4 കൂട്ടർക്കാർക്കും ഒരേ മാതിരിയുള്ള ഒരു കേന്ദ്രീകൃതമായിരിക്കുന്ന മനോഭാവം ഈ ഉള്ളിലുള്ള മനസ്സിനോടും ബുദ്ധിയോടും അന്തരാത്മാവിനോടും വേണം. ഇതിലിപ്പോൾ കാലടിയാകട്ടെ, തൊടയാകട്ടെ, അല്ല കൈയാകട്ടെ, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെയും ബുദ്ധിയെയും നെഗ്ലക്റ്റ് ചെയ്തു, തിരസ്കരിച്ചു, നിരാകരിച്ചു എന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? അല്ല. അപ്പോൾ എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്ന സാക്ഷാത്തായിരിക്കുന്ന ആത്മപ്രഭവം, എല്ലാവരും എവിടുന്ന് ഉദ്ഭവിച്ചിട്ടുണ്ടോ ആ ആത്മപ്രഭവവും ഈശ്വരനുമായിരിക്കുന്ന ആ പുരുഷനെ ആരാണോ ഭജിക്കാതെ ഇരിക്കുന്നത്, അതെ ഭജനമൊക്കെ ബ്രാഹ്മണർ നടത്തിക്കോട്ടെ, ക്ഷത്രിയർ നടത്തിക്കോട്ടെ, ഞങ്ങളൊക്കെ കച്ചവടക്കാരാ, കൃഷിക്കാരാ, ഞങ്ങൾക്കൊന്നും ഈശ്വരഭജനം വേണ്ട. പിന്നെ ശൂദ്രന്മാരോ, അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാ, ഞങ്ങൾ എല്ലു മുറിയെ പണിയെടുത്താൽ പല്ലു മുറിയെ തിന്നാം എന്നതാണ് ഞങ്ങളുടെ ദർശനശാസ്ത്രം. അതുകൊണ്ട് ഞങ്ങളോട് പണിക്കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഈശ്വരൻ്റെ കാര്യമൊന്നും പറയരുത്, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ എന്നിങ്ങനെ അവർ പറയുകയാണെങ്കിൽ അത് ശരിയല്ല. എന്താ കാരണം? ഈ ഈശ്വരൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല. ആരാ? ആത്മപ്രഭവം ഈശ്വരം. ഇവരെല്ലാവരും ജനിച്ചത് ഈശ്വരനിൽ നിന്നാണ്. മാത്രമല്ല എല്ലാവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലും അധിവസിക്കുന്നുണ്ട്. അതുകൊണ്ട് ശൂദ്രൻ്റെ ഉള്ളിൽ ഈശ്വര സാന്നിധ്യം കുറവും ബ്രാഹ്മണൻ്റെ ഉള്ളിൽ കൂടുതലും എന്ന് പറയുവയ്യ.